Hello everyone. Welcome to this episode of Logic Launch. Sir, I've heard that we need to complete CPA in 18 months. Is that so? That is true. നമ്മളൊരു എക്സാം പാസ്സായ ദിവസം മുതൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ FAR പാസ്സായി, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന സെഷൻ കോർ സെക്ഷനാണ്. അത് ഞാൻ പാസ്സായി കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ പാസ്സായി കഴിഞ്ഞാൽ ഇന്ന് മുതൽ 18 മന്ത്സിനുള്ളിൽ ബാക്കി 3 എണ്ണം ഞാൻ പാസ്സായിരിക്കണം. മറ്റ് 2 കോർ സബ്ജക്ട്സും ഒരു ഡിസിപ്ലിനറി സബ്ജക്റ്റ് ഞാൻ പാസ്സായിരിക്കണം. പക്ഷേ അതൊരു വലിയൊരു ടാസ്ക് അല്ല. പലപ്പോഴും കുട്ടികൾ ചിന്തിക്കുമ്പോൾ അത് ഓർക്കും, ഓക്കെ ഇതൊരു 18 മന്ത്സിനുള്ളിൽ പാസ്സാകുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. ഒരിക്കലുമല്ല. കാരണം ഒരു സെക്ഷൻ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ ഹീ ഈസ് എലിജിബിൾ ടു പാസ് ഓൾ ദി അതർ സെക്ഷൻ വിതിൻ നോ ടൈം. കാരണം ആദ്യത്തെ ഒരു സെക്ഷൻ പാസ്സാകാനാണ് നമുക്ക് സമയമെടുക്കാം. അതിനുശേഷം നമുക്ക് മറ്റ് സെഷനുകൾ പാസ്സാകാൻ അത്രയും വലിയൊരു ടാസ്ക് ഇല്ല. കാരണം ഓൾറെഡി നമ്മൾ ആ ഹാങ്ങിലാണ്, നമ്മൾ ആ ഒരു ടേസ്റ്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ റെയറായിട്ട് യു വിൽ ലൂസ് ക്രെഡിറ്റ്സ്. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും നമുക്ക് ഒത്തിരി വലിയ ഡിലേ ഡ്യൂ ടു സം ആക്സിഡൻറ്റ്സ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെയുള്ളവർക്കാണ് അതൊരു കൺസേൺ ഉണ്ടാവുക. അല്ല, സാധാരണയായിട്ട് ഒരു 18 മന്ത്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ടൈം ടു ഡു ഇറ്റ്. അതിനുള്ളിൽ എന്തായാലും നമുക്ക് പാസ്സാകാൻ പറ്റും. Oh, it's like that, is it? Okay. Sir, could you give us an overview of the CPA exam pattern or the course structure of the CPA program? Yes, നമുക്ക് എക്സാം പുതിയ 2024 സ്ട്രക്ചർ എന്ന് പറയുന്ന 3 കോർ സെക്ഷൻസ് ആണ്. ഓഡിറ്റ്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ്, പിന്നെ റെഗുലേഷൻ, അതിൽ ടാക്സും ബിസിനസ് ലോയാണ്. പിന്നെ ഏതെങ്കിലും 3 ഡിസിപ്ലിനറി സബ്ജക്ട്സിൽ ഏതെങ്കിലും ഒരെണ്ണം, അത് TCP ടാക്സ് കംപ്ലയൻസ് ആൻഡ് പ്ലാനിങ്, IASC ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് കൺട്രോൾ, ആൻഡ് ദെൻ ബാർ ബിസിനസ് അനാലിസിസ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഇതിലേതെങ്കിലും ഒറ്റ സബ്ജക്റ്റ് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ 3 കോർ സബ്ജക്ട്സും ഒരു സ്പെഷ്യലൈസേഷനും പാസ്സാകുക എന്നുള്ളതാണ് പുതിയ CPAയുടെ സിസ്റ്റം സ്ട്രക്ചർ. അങ്ങനെയാണ്. അതിൽ 50% മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, 50% ടാസ്ക് ബേസ്ഡ് സിമുലേഷൻസ് എന്ന് പറയും. ഉദാഹരണത്തിന് നമ്മുടെ കേസ് സ്റ്റഡികളൊക്കെ പോലെ ഉള്ള സംഗതികളാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്പെഷ്യലൈസേഷനിലേക്ക് പോകാൻ ഇപ്പം പുതിയ അവസരമുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഓഡിറ്റാണ് നിങ്ങളുടെ പാഷനെങ്കിൽ ഈ കോർ സബ്ജക്ട്സ് പാസ്സായതിനു ശേഷം നിങ്ങൾ എടുക്കേണ്ടത് ബാർ എന്ന് പറയുന്ന സെക്ഷനാണ്. അവിടെയാണ് ഓഡിറ്റ്, ഇൻറ്റേർണൽ കൺട്രോൾസ്, അങ്ങനത്തെ സംഗതികളൊക്കെ, ബിസിനസ് അനാലിസിസ്, റിപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ്, അങ്ങനത്തെ സംഗതികളൊക്കെയാണ് നമ്മൾ ബാറിൽ ഡിസ്കസ് ചെയ്യുന്ന സംഗതികൾ. അപ്പം നിങ്ങൾ ടാക്സിലേക്കാണ് നിങ്ങളുടെ ഫോക്കസെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എടുക്കേണ്ടത് ടാക്സ് കംപ്ലയൻസ് ആൻഡ് പ്ലാനിങ് ആണ്. IT നിങ്ങളുടെ പാഷനാണെങ്കിൽ, നിങ്ങൾ നേരത്തെ എൻജിനീയേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ സംഗതികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും IASC സബ്ജക്ട്സിലേക്ക് പോകാം. IT കൺസൾട്ടിങ് അങ്ങനെയുള്ള ഏരിയകളിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് ആംബിയൻസ് കിട്ടും.